അപ്പോൾ നമ്മൾ ഇന്നലെ മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇക്വേഷൻ വൈസ് പഠിച്ചു. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഓഫ് H2SO4. H2SO4 എന്ന സൊല്യൂഷൻ്റെ മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഹാവിങ് 4.9 gram ഓഫ് ഇറ്റ് ഡിസോൾവ്ഡ് ഇൻ 500 cm³ ഓഫ് സൊല്യൂഷൻ. H2SO4ൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 4.9. H2SO4ൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 4.9. ഇനി നമുക്ക് ഓഫ് ഇറ്റ് ഡിസോൾവ്ഡ് ഇൻ 500 cm³. അപ്പോൾ ഈ പറയുന്ന 4.9 gram അതാണ് നമ്മുടെ വെയിറ്റ്. അത് ഡിസോൾവ് ചെയ്തിട്ടുള്ളത് 500 cm³. ഈ cm³ എന്ന് പറഞ്ഞാൽ വോളിയത്തിൻ്റെ യൂണിറ്റാണ്. അതുപയോഗിച്ചിട്ട് നമ്മുടെ മൊളാരിറ്റി ഇക്വേഷനിലെ വിയുടെ വാല്യൂ 500 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ വെയിറ്റ് തന്നിട്ടുള്ള വെയിറ്റ് 4.9 H2SO4ൻ്റെ. ഈ H2SO4ൻ്റെ മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി 500 cm³ എന്നുള്ള ഈ യൂണിറ്റ് ഉപയോഗിച്ചിട്ട് വി ആണ് 500 എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇക്വേഷനിലേക്കുള്ള എല്ലാ ആളുകളും ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് നമ്മൾ ഇന്നലെ പഠിച്ച ഇക്വേഷൻ തന്നെ നമുക്ക് നോക്കാം. നമ്മൾ മൊളാരിറ്റി പഠിപ്പിച്ച ഇക്വേഷൻ. അപ്പോൾ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് ഇൻറ്റു വി. ഇതിൽ സൊല്യൂട്ടിൻ്റെ വെയിറ്റ് WB നമുക്ക് കിട്ടി, അതാണ് 4.9. 1000 തന്നെ. MB എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, അതായത് H2SO4 ആണ് സൊല്യൂട്ട്, അതിൻ്റെ മോളാർ മാസ് അത് കണ്ടുപിടിക്കണം. പിന്നെ വി 500. അപ്പോൾ ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് H2SO4ൽ നിന്ന് കണ്ടുപിടിക്കാം. അത് നമ്മൾ 9th സ്റ്റാൻഡേർഡിലും 10th സ്റ്റാൻഡേർഡിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, മോളാർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നോക്കി നോക്കാം. H2SO4ൻ്റെ മോളാർ മാസ് 98 ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. H2SO4 അല്ലെങ്കിൽ ആരുടെ ആണെങ്കിലും മോളാർ മാസ് നമുക്ക് ജസ്റ്റ് ഈ ഇക്വേഷനും ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ H2 എന്ന് പറയുമ്പോൾ H2 ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസ് 2 ആണ്. അടുത്ത സൾഫറിൻ്റെ 32 ആണ്. ഓക്സിജൻ O2ൻ്റെ 32. ഇത് O2 2 ഉണ്ടല്ലോ, ഇൻറ്റു 2 32 ഇൻറ്റു 2 64. അപ്പോൾ O4ൻ്റെ 64 വരും. അപ്പോൾ ഇതെടുക്കണം. അപ്പോൾ ഇവരൊക്കെ ആഡ് ചെയ്യുക. 64 + 32 + 2 8 9 98. ഇങ്ങനെയാണ് H2SO4ൻ്റെ മോളാർ മാസ് 98 ആണ് കിട്ടിയത്. അപ്പോൾ മോളാർ മാസ് ഓഫ് H2SO4 98 ആണ്. മൊളാരിറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ച WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. WB എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. സോ 4.9 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അത് കണ്ടുപിടിച്ചു 98 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു വി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു 500 cm³. cm³ എന്ന് പറയുന്നത് വി ആണ്. ഒരിക്കലും വി ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തരില്ല. സോ അത് മനസ്സിലാക്കിയിട്ട് ഇവിടെ എഴുതി. ഇത് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 0.1 കിട്ടും. മൊളാരിറ്റിയുടെ യൂണിറ്റ് ക്യാപിറ്റൽ M ആണ്. 0.1 മോളാർ എന്നാണ് ഇത് വായിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പ്രോബ്ലം നോക്കി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്.